ജാതി അധിക്ഷേപത്തിനിരയായി സ്കൂളിലെ ആയ ജോലി നഷ്ടമായ തിരുവനന്തപുരം ഊരുട്ടമ്പലത്തെ ജയശ്രീക്ക് പുതിയ ജോലിയായി. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള കൊറ്റാമം സാഫല്യം കെയർ ഹോമിൽ ശുചീകരണ തൊഴിലാളിയാണ് നിയമനം. 14,500 രൂപ ശമ്പളത്തിൽ ജയശ്രീ തിങ്കളാഴ്ച ജോലിയിൽ പ്രവേശിക്കുമെന്ന് പ്രസിഡന്റ് വി പ്രിയദർശിനി പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥാപനമാണ് കൊറ്റാമം സാഫല്യം കെയർ ഹോം. അവിടെ ക്ലീനിങ് സ്റ്റാഫായിട്ട് ജയശ്രീയെ നിയമിക്കാനായി കരാറടിസ്ഥാനത്തിൽ നിയമിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേ, സരസ്വതി വിദ്യാലയത്തിൽ ജയശ്രീക്ക് പറഞ്ഞിരുന്ന ശമ്പളം ആയി പ്രവർത്തിക്കുമ്പോൾ മാസം 5,000 രൂപയാണ് ശമ്പളം പറഞ്ഞിരുന്നത്. കെയർ ഹോമിൽ ഞങ്ങൾ ക്ലീനിങ് സ്റ്റാഫിന് ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 12,500 രൂപ ശമ്പളമാണ്. അത് ചെറിയ വർധനവിനും കൂടി ഇന്നലത്തെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആ വർദ്ധിപ്പിച്ച തുക തന്നെ ജയശ്രീക്കും ലഭ്യമാക്കും. വിവരങ്ങളുമായി അനു അശോകനാണ് ചേർന്നത്. അനു, നമുക്കറിയാം ജയശ്രീ വലിയൊരു അധിക്ഷേപം നേരിട്ടൊരു വ്യക്തിയാണ്. ഇപ്പോൾ ജയശ്രീയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസ വാർത്തയാണ്. ഇന്നു മുതലാണ് നിയമനം? അഞ്ജലി, തീർച്ചയായിട്ടും കേരളത്തിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ജയശ്രീയെ സംബന്ധിച്ച് അയ്യങ്കാളി വിദ്യാഭ്യാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് കൈപിടിച്ച് സ്കൂളിലെത്തിച്ച പഞ്ചമിയുടെ 4ാം തലമുറക്കാരിയാണ് ജയശ്രീ. ആ ജയശ്രീക്കാണ് ജാതി അധിക്ഷേപത്തിൻ്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായത്. തിരുവനന്തപുരം ഊരൂട്ടമ്പലം സരസ്വതി സ്കൂളിലെ ബസ്സിലെ ആയയായാണ് 3 ദിവസങ്ങൾക്ക് 3-ാം തീയതി ജയശ്രീ ജോലിക്ക് കയറുന്നത്. പക്ഷേ പിന്നീട് പട്ടികജാതിക്കാരിയായ ജയശ്രീയുടെ മണം വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നും രക്ഷിതാക്കൾ പരാതി പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 പെൺമക്കളുള്ള ജയശ്രീയെ കേവലം ഒരു മാസം 5,000 രൂപയാണ് അവർക്ക് ലഭിക്കുകയായിരുന്നത്. ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഇതൊരു വലിയ വാർത്തയും നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയതോടുകൂടിയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ജില്ലാ പ്രസിഡന്റായ പ്രിയദർശിനി കഴിഞ്ഞ ദിവസം അവരുടെ മണ്ണടിക്കോണത്തെ വീട് സന്ദർശിക്കുകയും അവരുടെ ദുരിതം മനസ്സിലാക്കിയാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പാറശാലയിലെ കൊറ്റാനം കെയർ ഹോമിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവുകൾ ജോലി സംബന്ധമായ ഉത്തരവുകൾ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ അതിവേഗം ജില്ലാ പഞ്ചായത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി ഇന്ന് തന്നെ ഉത്തരവ് കൈമാറാനാണ് ജില്ലാ പഞ്ചായത്ത് അധികാരികൾ ശ്രമിക്കുന്നത്. തിങ്കളാഴ്ചയോടുകൂടി ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. നിലവിൽ 5,000 രൂപയാണ് സ്കൂളുകാർ ജയശ്രീക്ക് നൽകാനിരുന്നതെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഇന്നലെ കൂടിയ യോഗത്തിൽ 2,000 രൂപയും കൂടി അതിലൊരു 12,500 രൂപയാണ് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നൽകിയിരുന്നതെങ്കിൽ അതിലൊരു 2,000 രൂപയും കൂടെ വർധനവ് വരുത്തി 14,500 രൂപ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ച ജയശ്രീ ജോലിയിൽ പ്രവേശിക്കുമെന്ന് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പ്രിയദർശിനി പറയുന്നത്. അതേസമയം തന്നെ ജാതീയപരമായി അധിക്ഷേപിച്ച സ്കൂളിലെ ബസ് കോർഡിനേറ്ററായ അഭിലാഷിനെതിരെ ജയശ്രീ നൽകിയ പരാതിയിൽ പോലീസ് ഇപ്പോഴും ഉഴപ്പുകയാണ്. ഇക്കാര്യത്തിൽ അഭിലാഷിനെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ മാറനല്ലൂർ പോലീസ് തയ്യാറായിട്ടില്ല. എന്തായാലും ജയശ്രീയെ പോലുള്ളവരെ സംരക്ഷിച്ചു നിർത്തേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന നിലയിലാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കാണുന്നത്. അതുതന്നെയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പ്രിയദർശിനി ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. എന്തായാലും തിങ്കളാഴ്ച ജയശ്രീ പുതിയ ജോലിയിൽ പ്രവേശിക്കും. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു വാർത്ത. അനു അശോകനാണ് അതിൻ്റെ വിശദ വിവരങ്ങൾ നൽകിയത്.